ഗൂഗിൾ മാപ്പ് നോക്കി ഡ്രൈവ് ചെയ്തു വന്ന വാഹനം ആറ്റിലേക്ക് ചരിഞ്ഞു. പരിസരവാസികളുടെയും ഫയർഫോഴ്സിന്റെയും സമയോചിതമായ ഇടപെടൽ മൂലം വാഹനം കനാലിലേക്ക് മറിയാതെ സമീപത്തുള്ള തെങ്ങിൽ കയർ കെട്ടി നിർത്തി. വെട്ടൂരിൽ നിന്നും ഫിഷർമാൻ കോളനിയിലേക്ക് പോകുന്ന തകർന്ന് തരിപ്പണമായി കിടക്കുന്ന റോഡിന്റെ വക്കിൽ നിന്നുമാണ് സ്കോർപിയോ വാഹനം TS കനാലിലേക്ക് ചരിഞ്ഞത്. റോഡ് സൈഡ് മുഴുവൻ കാട് മൂടിക്കിടക്കുന്നതിനാൽ റോഡിന്റെ സൈഡ് കാണാൻ കഴിയാത്ത നിലയിലാണ്. ഈ റോഡിന്റെ ദുരവസ്ഥയെക്കുറിച്ച് ഞങ്ങൾ നേരത്തെയും വാർത്ത ചെയ്തിരുന്നു. തീരദേശത്തിന്റെ ഫണ്ടുണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് എന്തൊക്കെ രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം. ഇവിടെ ഇതിന് എത്ര കോടി രൂപ വരും, എത്ര ലക്ഷം രൂപ വരും, ലക്ഷക്കണക്കിന് രൂപ മുടക്കിയാൽ ഇത് ചെയ്യാൻ പറ്റുന്ന ഈ റോഡ് ചെയ്യാതിരിക്കുമ്പോൾ ഇതുപോലെയുള്ള പല വണ്ടികളും ഇനിയും ഇവിടെ താരും. പല പ്രാവശ്യവും ഫയർഫോഴ്സും മറ്റുള്ള ജനങ്ങൾക്കും ബുദ്ധിമുട്ട് ഈ നാട്ടിലുണ്ടാവും. ഇത് ജനങ്ങളെ പ്രതികരിക്കണമെന്ന് മാത്രം ഈ അവസരത്തിൽ ഞാൻ പറയുന്നു. ഓരോ ജനങ്ങളും മനസ്സിലാക്കി മുന്നോട്ട് പ്രവർത്തിക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇതെല്ലാം ഇതിന്റെ മുകളിൽ പോകേണ്ട പള്ളിയാണ്. അവിടെ പള്ളിയിൽ ആൾക്കാർ നിസ്കരിക്കാൻ പോകേണ്ട സ്ഥലം, അത് കഴിഞ്ഞിട്ട് കടപ്പുറത്ത് പോകാൻ വേണ്ടി ഡെയിലി രാവിലെ ആൾക്കാർ വരുന്ന സ്ഥലം, അതുപോലെ തന്നെ വിനോദസഞ്ചാരികൾ കയറി പോകാൻ വേണ്ടിയിട്ട് മാപ്പ് നോക്കുമ്പോൾ ഇതുവഴിയാണ് പോവുകയും വരികയും ചെയ്യേണ്ടത്. ഇതിന് എന്തെങ്കിലും ഒരു തർത്തീവ് ഉണ്ടാക്കി ഈ റോഡ് ഒന്ന് നല്ല നിലയ്ക്ക് ഒന്ന് ചെയ്തു കൊടുക്കാൻ പറഞ്ഞിട്ട് നൂറുകണക്കിന് ആൾക്കാർ ഇവിടെ പറഞ്ഞിട്ട് എന്തെന്ന് പോലും കേൾക്കാത്ത, ഇത് എത്രയോ പ്രാവശ്യം പല കാര്യങ്ങൾ. ഈ വീട്ടിൻ്റെ മുകളിൽ കിടക്കുന്ന കുറച്ച് ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട്, കുറേ വീടുകളുണ്ട്. ഈ വീട്ടുകാർക്ക് ഇതുവഴി പോകാനും വരാനും ഒരു സൗകര്യമില്ല. പല പ്രാവശ്യങ്ങളായി പറഞ്ഞു, ജനങ്ങൾ പറഞ്ഞു, അപേക്ഷിച്ചു, എന്നിട്ട് എന്ത് ചെയ്തു? ഒന്നും ചെയ്തിട്ടില്ല. ചിലക്കൂരിൽ നടക്കുന്ന വിവാഹത്തിൽ പങ്കെടുക്കാനായി കൊല്ലം സ്വദേശികൾ സഞ്ചരിച്ചു വന്ന സ്കോർപിയോ വാഹനമാണ് ഇന്ന് സന്ധ്യയോടെ അപകടത്തിൽപ്പെട്ടത്. കാട് മൂടി റോഡിന്റെ സൈഡ് കൃത്യമായി കാണാൻ കഴിയാത്തത് മൂലം വാഹനങ്ങൾ സൈഡിലേക്ക് ഒതുക്കുമ്പോൾ ഇനിയും ഇത്തരത്തിൽ വാഹനങ്ങൾ കനാലിലേക്ക് പതിച്ച് അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഇവിടെ നിലനിൽക്കുകയാണ്. അധികാരികൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ മേഖലയിൽ വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കണമെന്നാണ് ഞങ്ങൾക്കും ആവശ്യപ്പെടാനുള്ളത്. ന്യൂസ് ഡെസ്ക് വർക്കല മീഡിയ.